ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതും മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുന്നതുമായ നാടൻ മാങ്ങ കൊണ്ടാട്ടം റെസിപ്പിയാണ് ഇത്. കറികളിലും അച്ചാറുകളിലും പ്രത്യേക രുചി നൽകാൻ ഇത് മികച്ചതാണ്. മീൻ കറിയിലും മറ്റ് ചാറുകളിലും ചേർക്കാനും പെട്ടെന്ന് അച്ചാറ് തയ്യാറാക്കാനും ഇത് ഏറെ ഉപകരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഒന്ന് നോക്കിയാലോ. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ മാങ്ങ ചെത്തി ഇതുപോലെ ആക്കി എടുക്കണം. നൈസായിട്ട് ചെത്തിയിട്ട് എടുക്കണം കേട്ടോ. വല്ലാതെ കട്ടി കൂടിയാൽ ഉണങ്ങിക്കിട്ടാൻ പ്രയാസമായിരിക്കും. ഇത് നമുക്ക് ഒരു വലിയ വട്ടപാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം, നമ്മൾ ചെത്തി വെച്ച മാങ്ങയൊക്കെ. ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കുന്നത് ഉപ്പാണ്. നല്ലവണ്ണം നമ്മുടെ ഉപ്പ് അതിൽ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. നമ്മുടെ അരിഞ്ഞു വെച്ച മാങ്ങയിൽ അത്യാവശ്യം നല്ലോണം ഉപ്പിടണം, അല്ലെങ്കിൽ മാങ്ങ കൊണ്ടാട്ടമായി വരുമ്പോൾ പൂക്കാനോ കേടുവരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലവണ്ണം ഉപ്പിട്ടിട്ട് നമ്മളുടെ മാങ്ങ ഒരതി അതിലൊക്കെ പിടിപ്പിച്ച് കൊടുക്കാം. 2 ട്രിപ്പായിട്ടാണ് ഞാൻ മാങ്ങയിൽ ഉപ്പിടുന്നത് കേട്ടോ. ഫസ്റ്റ് ഒരു ട്രിപ്പ് ഇട്ടു, അതിൽ നല്ല ഉപ്പ് തേച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമതും പിന്നെ ഒരു ട്രിപ്പ് ഇട്ട് കൊടുത്തു, അതിലും നല്ലവണ്ണം ഉപ്പിട്ടിട്ട് ഒരതി പിടിപ്പിച്ച് കൊടുക്കണം. അത്യാവശ്യം ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കൊണ്ടാട്ടം മാങ്ങ ഉണ്ടാക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണ്ട്. അത് കാരണം 2 ട്രിപ്പായിട്ടാണ് ഇത് ഉപ്പ് തിരുമ്പി കൊടുക്കുന്നത്. ഒരു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ഉപ്പും മാങ്ങയും തിരുമ്പിയത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. മൂടിയിട്ട് ഒരു ഭാഗത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് നമ്മുടെ ഉപ്പ് മാങ്ങ ഇതൊക്കെ അലിഞ്ഞ് ഈ ഉപ്പൊക്കെ അലിഞ്ഞ് ഇത് വെള്ളം മൂറിയിട്ട് ഈ ഉപ്പൊക്കെ നമ്മുടെ മാങ്ങയിൽ നല്ലവണ്ണം പിടിച്ച് കിട്ടണം. ഇതുപോലെ നിങ്ങൾ കൊണ്ടാട്ട മാങ്ങ ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഫ്ലോപ്പ് ആവുകയില്ല കേട്ടോ. തീർച്ചയായും അത് പെർഫെക്റ്റ് ആയിട്ട് വരിക തന്നെ ചെയ്യും. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇതുപോലെ മാങ്ങ ഉണക്കിയിട്ട് അച്ചാറിടുകയാണെങ്കിൽ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ. മാങ്ങ ഉണക്കി അച്ചാറിട്ട ആളുകൾക്കൊക്കെ അറിയാൻ പറ്റും. ഇത് നമ്മൾ സാധാരണ മാങ്ങ ചെത്തി അച്ചാറിടുന്നത് പോലെയല്ല, ഒരു പ്രത്യേക ടേസ്റ്റാണ്. 8 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മാങ്ങയിൽ ആ ഉപ്പൊക്കെ നല്ലവണ്ണം പിടിച്ച് കുറച്ചൊക്കെ വെള്ളം ഊറി കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതിലെ വെള്ളമൊക്കെ ഞാൻ ഊറ്റിയിട്ട് കളഞ്ഞു. എന്നിട്ട് നമ്മുടെ വാർപ്പിൻ്റെ മുകളിൽ ഉണക്കിയതാണ് ഈ കാണുന്നത്. ഇതുപോലെ ഇത് നമ്മുടെ മാങ്ങ പെർഫെക്റ്റ് ആയി കിട്ടണമെങ്കിൽ ഒരു 3 ദിവസമെങ്കിലും ഉണക്കണം കേട്ടോ. എന്നാലാണ് ഇതുപോലെ നമുക്ക് ഉണക്കമാങ്ങയായി കിട്ടുള്ളൂ. ഈ ഉണക്കമാങ്ങ കൊണ്ടാട്ടത്തിൻ്റെ പ്രധാന പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെ. ദീർഘകാലം കേടുകൂടാതെ ഇരിക്കും. കറികൾക്ക് പ്രത്യേക പുളിയും രുചിയും നൽകുന്നു. വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇതുണ്ടാക്കാനും സിമ്പിളാണ്. നിങ്ങളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി. കൂടുതൽ നാടൻ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ അടിപൊളി വീഡിയോകൾ നമ്മളെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് നോക്കണേ. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.